UP സ്കൂൾ ടീച്ചർ സിലബസിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്തു നിന്നും മഹാത്മാഗാന്ധി എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടോപ്പിക്കിലേക്ക് കിടക്കാം. മഹാത്മാഗാന്ധി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയാണ്. അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ആണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനം ജനുവരി 30. ആശയ പ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ സമരങ്ങൾ: ചമ്പാരൻ സത്യാഗ്രഹം 1917, അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918, ഗേഡ സമരം 1918 എന്നിവയാണ്. അദ്ദേഹം ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗാന്ധി ജനിച്ചതെന്നാണ് 1869 ഒക്ടോബർ 2. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമമാണ് മനു. അദ്ദേഹം ജനിച്ച വീടാണ് കീർത്തി മന്ദിർ. നിയമം പഠിക്കാൻ അദ്ദേഹം ലണ്ടനിൽ പോയത് 1888. ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് 1893. ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണമായ വ്യവസായിയാണ്, അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണമായ വ്യവസായിയാണ് ദാദാ അബ്ദുള്ള. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ കർഷകർ രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ കർഷകർ രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1899 ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇപ്പോൾ ബൂവർ യുദ്ധം എന്നായിരുന്നു 1899. ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ആദ്യ സത്യാഗ്രഹം, അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ സത്യാഗ്രഹം 1906 ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. 1933 ഗാന്ധിജി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര എന്ന പേരിലാണ്. എന്താണ് ഹരിജൻ യാത്ര? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയായിരുന്നു. അപ്പോൾ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. അതെന്തിനെതിരെയായിരുന്നു? ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷനാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമമാണ് ഫിനിക്സ് സെറ്റിൽമെൻറ്റ്. അദ്ദേഹം ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഫിനിക്സ് സെറ്റിൽമെൻറ്റ്. ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷമാണ് 1906. സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ചത് 1915. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയെയാണ്. ജനങ്ങളുടെ ആധ്യാത്മിക വിവേചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഗാന്ധിജി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് റൗലറ്റ് സത്യാഗ്രഹത്തോടു കൂടിയാണ്.
ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച 2 പത്രങ്ങളാണ് നവജീവൻ, യങ് ഇന്ത്യ എന്നിവ. നവജീവൻ ഗുജറാത്ത് ഭാഷയിലും യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ജോർജ് ജോസഫായിരുന്നു. ഹരിജൻ പത്രം ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പോൾ ഹരിജൻ എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്. ഹരിജൻ ബന്ധു എന്ന പത്രം ഗുജറാത്ത് ഭാഷയിലെ പത്രമാണ്. ഹരിജൻ സേവക് എന്ന പത്രം ഹിന്ദി ഭാഷയിലാണ്. അപ്പോൾ ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകി ഗാന്ധിജി. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920 ഗാന്ധിജി അധ്യക്ഷനായ INC സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം 1924. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് 1925 പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമാണ്. വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗമാണ് ആട്. അയിത്തോച്ചാടനം ലക്ഷ്യം വെച്ച് 1932 ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷമാണ് 1929. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയാണ്. രാഷ്ട്രീയ ഗുരു ഗോഖലെയാണ്. രാഷ്ട്രീയ പിൻഗാമി, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ്. അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ C. രാജഗോപാലാചാരിയാണ്. താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ എന്നാണ്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1933 കോൺഗ്രസിൽ നിന്നും അദ്ദേഹം രാജിവെച്ചത് 1944 1936 വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് വാർധാ സേവാശ്രമം. 1940 ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറയാണ് വ്യക്തി സത്യാഗ്രഹം. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെയാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തിയാണ് KK എളപ്പൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തിയാണ്. ഗുജറാത്തിയിൽ ആത്മകഥയുടെ പേര് സത്യാനപ്രയോഗ എന്നാണ്. ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ചാണ്. ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം 1869 1921. ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വിവർത്തനം ചെയ്തത് ആരാണ്? മഹാദേവ് ദേശായിയാണ്. ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേയൊരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹം അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. നോബൽ സമ്മാനത്തിന് ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937. ശിഷ്യയായ ബ്രിട്ടീഷ് വനിതയാണ് മെഡലിൻ സ്ലെയ്ഡിൻ ഗാന്ധിജി നൽകിയ പേരാണ് മീരാബെൻ. ഇംഗ്ലീഷ് പുത്രിമാർ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് മീരാബെൻ, സരളാബെൻ എന്നിവരാണ്. സരളാബെന്നിൻ്റെ യഥാർത്ഥ നാമം കാതറിൻ മേരി എന്നായിരുന്നു. ഗോസേവാ സംഘം സ്ഥാപിച്ചത് 1941. 1942 ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ച ജയിലാണ് ആഗാഖാൻ കൊട്ടാരം. ആഗാഖാൻ കൊട്ടാരത്തിൽ തടവറയിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പ്രഖ്യാപനങ്ങൾ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി. ആഗാഖാൻ കൊട്ടാരത്തിൽ തടവറയിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി. കാതറിൻ മേയോയുടെ പ്രശസ്ത കൃതിയായ മദർ ഇന്ത്യയെ അഴുക്കുചാൽ പരിശോധികയുടെ റിപ്പോർട്ട് എന്ന് വിമർശിച്ചത് ഗാന്ധിജിയാണ്. എൻ്റെ ഏകാംഗ സേന എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. 1944 ഫെബ്രുവരി 2 കസ്തൂർബ ഗാന്ധി മരിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ്. ഇന്ത്യ ഗവൺമെൻറ് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. 1948 ജനുവരി 30
ബിർള ഹൗസിൽ വെച്ച് വൈകുന്നേരം 5:17 ഗാന്ധിജി വെടിയേറ്റു മരിച്ചു. ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. അദ്ദേഹത്തിനെ വെടിവെച്ച തോക്കാണ് ഇറ്റാലിയൻ നിർമ്മിത ബെറിറ്റ പിസ്റ്റൾ. ഗാന്ധിജി അവസാനമായി ഉദ്ധരിച്ച വാക്കാണ് ഹേറ. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ. നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ. നാഥുറാമിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് നാരായൺ ദത്താത്രേയ ആപ്തെ. ഗാന്ധിജിയുടെ സമാധി സ്ഥലമാണ് രാജ്ഘട്ട്. ഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതിയാണ് അൺ ടു ദിസ് ലാസ്റ്റ്. അൺ ടു ദിസ് ലാസ്റ്റിൻ്റെ കർത്താവ് ജോൺ റസ്കിനാണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജി ആരംഭിച്ച കൃതിയാണ് ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തൻ രചിച്ച മഹാകാവ്യമാണ് ധർമ്മസൂര്യൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 1 വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോഖലെയാണ്. ഏത് ഗ്രന്ഥത്തെയാണ് സർവോദയ എന്ന പേരിൽ ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്? അൺ ടു ദിസ് ലാസ്റ്റ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. തൻ്റെ വാച്ചിനെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്ററ്റർ എന്നാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശന വേളയിലെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രാമം. ഇഷ്ടപ്രാർത്ഥനാ ഗീതമാണ് വൈഷ്ണവ ജനതോ. വൈഷ്ണവ ജനതോ എഴുതിയത് ഭഗത് നരസിംഹ മേത്തയാണ്. വൈഷ്ണവ ജനതോ പാടിയത് MS സുബ്ബലക്ഷ്മിയാണ്. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ച വർഷം 2007 ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന സന്നദ്ധ സേവാ പ്രസ്ഥാനം നാഷണൽ സർവീസ് സ്കീമാണ്. ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിബായിയെയും കണ്ടത്. ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനായി ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് 5ാം കേരള സന്ദർശനത്തെയാണ്. രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഐൻസ്റ്റീനാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശമയച്ച വ്യക്തിയാണ് ബർണാഡ് ഷാ. ഗാന്ധിജിയുടെ കണ്ണട, ചെരുപ്പ്, വാച്ച് തുടങ്ങിയ സ്വകാര്യ വസ്തുക്കൾ ലേലത്തിൽ വയ്ക്കുക വഴി വിവാദ നായകനായ വിദേശിയാണ് ജെയിംസ് ഓട്ടിസ്. ലേലം പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായിയാണ് വിജയ് മല്യ. ദണ്ഡിയാത്രയുടെ വാർഷികത്തിൽ 2ാം ദണ്ഡിയാത്ര നടത്തിയ ഗാന്ധിജിയുടെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് തുഷാർ ഗാന്ധി. ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന CV രാമൻപിള്ളയുടെ മഹാത്മ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്യാം ബെനഗൽ. ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്യാം ബെനഗൽ. ഇനി അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തെക്കുറിച്ച് നോക്കാം. 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് സമര പ്രചരണത്തിനായി അദ്ദേഹം എത്തുന്നത്. 1925 മാർച്ച് 8 സത്യാഗ്രഹ 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹ പരിഹാര ദിനമാണ്. 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യയിലെ 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടന ഭാഗമായിട്ടാണ് അദ്ദേഹം വരുന്നത്. 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരണത്തിനും 1937 ജനുവരി 13 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കേരളത്തിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം 5 എണ്ണമാണ്. 1920 ഖിലാഫത്ത് പ്രചരണാർത്ഥം, 25 വൈക്കം സത്യാഗ്രഹ പരിഹാരം, 27 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട്, 34 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം, 37 ജനുവരി 13 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പോർബന്തറിൻ്റെ മറ്റൊരു പേരാണ് സുദാമാപുരി.
ഗാന്ധിജി അറിയപ്പെടുന്ന പേരുകളാണ് ബാപ്പു, മഹാത്മാ, മോനിയ എന്നിങ്ങനെ. വൈശ്യവർണ്ണത്തിലെ ബനിയ സമുദായ അംഗമാണ് ഗാന്ധി. അന്തർദേശീയ അഹിംസാ ദിനം ഒക്ടോബർ 2 സ്വാധീനം ചെലുത്തിയ നാടകമാണ് രാജാ ഹരിശ്ചന്ദ്ര ചിത്രകഥ. ശ്രവണ പിതൃഭക്തി നാടകമാണിത്. ഗാന്ധിജിക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും പരിശുദ്ധവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് മാതൃകകളായിത്തീർന്ന കഥാപാത്രങ്ങളാണ് ഹരിശ്ചന്ദ്രനും ശ്രവണനും. മഹാത്മാഗാന്ധി ആസ് എ സ്റ്റുഡൻറ് എന്ന പുസ്തകം രചിച്ചത് J.M. ഉപാധ്യായയാണ്. മികച്ച കൈയക്ഷരത്തെ കുറ്റമറ്റ വിദ്യാഭ്യാസത്തിൻ്റെ അടയാളം എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജി മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയത് ആരുടെ പ്രേരണയാലാണ്? ഷെയ്ഖ് മൊഹ്താബിൻ്റെ പ്രേരണയാലാണ്. വിവാഹം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 13 വയസ്സായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജിയെ ദേശസ്നേഹത്തെ സ്വാധീനിച്ച കവിയാണ് നർമ്മദ. വിദ്യാർത്ഥിയായിരിക്കെ തിന്മയ്ക്കുള്ള മറുപടി നന്മയാണെന്ന ചിന്ത ഗാന്ധിയിൽ ഉണർത്തിയത് ആരുടെ കവിതയാണ്? ശ്യാം ഭട്ട്. ഗാന്ധിജിയോട് നിയമം പഠിക്കാൻ നിർദ്ദേശിച്ച വ്യക്തിയാണ് മാവോജി ദേവ് ദോഷി. ഗാന്ധിജി നിയമപഠനത്തിനായി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത് 1888 മഹാത്മാഗാന്ധി ആസ് എ സ്റ്റുഡൻറ് എന്ന പുസ്തകം രചിച്ചത് J.M. ഉപാധ്യായ. മികച്ച കൈയക്ഷരത്തെ കുറ്റമറ്റ വിദ്യാഭ്യാസത്തിൻ്റെ അടയാളം എന്ന് വിശേഷിപ്പിച്ചു ഗാന്ധിജി. ഗാന്ധിജി മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയത് ആരുടെ പ്രേരണയാലാണ്? ഷെയ്ഖ് മൊഹ്താബിൻ്റെ പ്രേരണയാലാണ്. വിവാഹം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 13 വയസ്സായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജിയിലെ ദേശസ്നേഹത്തെ സ്വാധീനിച്ച കവിയാണ് നർമ്മദ. വിദ്യാർത്ഥിയായിരിക്കെ തിന്മയ്ക്കുള്ള മറുപടി നന്മയാണെന്ന ചിന്ത ഗാന്ധിജിയിൽ ഉണർത്തിയത് ആരുടെ കവിതയാണ്? ശ്യാമ ഭട്ട്. ഗാന്ധിജിയോട് നിയമം പഠിക്കാൻ നിർദ്ദേശിച്ച വ്യക്തിയാണ് മാവോജി ദേവ് ദോഷി. ഗാന്ധിജി നിയമപഠനത്തിനായി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത് 1888 ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.